ഇവരെ കണ്ട ശരിക്കും ഒരു ബൊക്കെ പോലെയല്ലേ, എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ചെടികളായിട്ട് താഴോട്ട് ബൊക്കെ പോലെ വളർന്ന് എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഇവരെ ഞാന് ഇവിടെ നമ്മുടെ ഫാമിലി ലിവിംഗിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇന്നലെ ലോക പരിസ്ഥിതി ദിനമല്ലായിരുന്നോ? ചെടികളൊക്കെ നട്ടോ? എന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു എന്റെ പുറകിൽ കിടക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ് എന്തോ ആണെന്ന്. ഇവനാണ് കേട്ടോ, ബേബി ടിയേഴ്സ്. പ്രത്യേകിച്ചും ബിഗിനേഴ്സിന് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ്. കാരണം ഇവൻ ലോ മെയിന്റനൻസ് ആണ്. ഒരു പ്രാവശ്യം ഒന്ന് നട്ടുകൊടുത്താൽ അവർ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വളർന്നു വന്നോളും കേട്ടോ. അവരെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് വെക്കാൻ സാധിക്കും. ബൊക്കെ പോലെയും അല്ലെങ്കിൽ ചെടികളുടെ ചോട്ടില്, ചെടിച്ചട്ടികളുടെ ചോട്ടിലൊക്കെ ഭംഗിയായിട്ട് വെച്ചു കൊടുക്കാൻ പറ്റും. ഇവനെ കണ്ടോ? ഇതാണെങ്കിലേ ഒരു ചെറിയ തണ്ട് ഒടിഞ്ഞു പോയത് ഞാനെടുത്തത് ഈ റോസയുടെ ചോട്ടി കുത്തി കൊടുത്താണ്. ഒരു കുഞ്ഞു തണ്ട് പോലും എനിക്ക് കളയുന്ന ഇഷ്ടമല്ലാത്തോണ്ട് വെറുതെ കുത്തി കൊടുത്ത. ഇത് നോക്ക, ഇവര് നിറഞ്ഞ് ബുഷിയായി എന്തൊരു ഭംഗിയാണെന്ന് നോക്കി. ഇപ്പൊ പ്രത്യേകിച്ചും അബുദാബിയിലെ ഈ ചൂടത്ത് ആകെ ഞാൻ വെളിയിൽ വെച്ചേക്കുന്നത് ഇവനെ ഈ ജെയ്ഡിനെയും ഒക്കെയാണ് കേട്ടോ. ഒരൊറ്റ തണ്ട് മതി കേട്ടോ. നമുക്ക് ഒരു ചട്ടി നിറയെ ചെടി കിളിപ്പിച്ചെടുക്കാൻ നമുക്ക് ഒരൊറ്റ തണ്ട് മതിയെ. ഇവരെ ഞാൻ എന്റേതായ രീതിയിൽ ഫോർ എക്സാമ്പിൾ ഇത് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഈ നടുക്കോട്ടൊന്നങ്ങ് വെച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇവരെ ഞാൻ എന്തോ ചെയ്യുന്നറിയാവോ? ഇതുള്ളൊരു ചെറിയ എന്തെങ്കിലും ഒന്ന് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളവരെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ അങ്ങ് അമർത്തി കൊടുക്കാം. അപ്പൊ ഇവര് ഇവിടുന്ന് വേര് വന്ന് നല്ല സൂപ്പറായിട്ട് റൗണ്ട് ആയിട്ട് വന്നിട്ട് നല്ല സൂപ്പറായിട്ട് ചട്ടി നിറയും. എനിക്ക് നാട്ടിൽ നിന്നേ ഒരു ചെറിയ തണ്ട് ഗ്ലോറിയ മോള് കൊണ്ടുവന്ന് തന്നതാണ് നാട്ടിൽ നിന്ന് വന്നപ്പോ. ഇപ്പൊ നോക്കി, ആ ഒരൊറ്റ തണ്ടിൽ നിന്ന് നമുക്ക് എത്ര ചെടികൾ കിട്ടിയെന്ന്. ഇത് നിറഞ്ഞ് ഖുഷിയായി വന്നു കഴിയുമ്പോ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ഇവർക്ക് ഒത്തിരി വെള്ളം ആവശ്യമില്ല. മേൽമണ്ണ് ഉണങ്ങി കഴിയുമ്പോ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഫോട്ടോ എടുക്കട്ടെ. നമ്മൾ ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തില് ചെടികളൊന്നും വെച്ചിട്ടില്ലെങ്കിൽ താമസിച്ചു പോയിട്ടില്ല. ഇന്ന് തന്നെ ഒരു ചെടി വെക്കുക കേട്ടോ. എന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യണേ ഏത് ചെടിയാ നട്ടതെന്ന്.